നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി സംഘടിപ്പിക്കുന്ന ലോക സമാധാന യുദ്ധവിരുദ്ധ ജല അപകട നിവാരണ സന്ദേശമുയർത്തി ഡോക്ടർ ചാൾസൺ ഏഴിമല നേതൃത്വം നൽകുന്ന നീന്തൽ യജ്ഞം നടന്നു. 40 കിലോമീറ്റർ കായൽ, പുഴ, കടൽ നീന്തൽ യുദ്ധക്കെടുതിയിലും ജല അപകടങ്ങളിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് പയ്യന്നൂർ കൊറ്റി ബോട്ട് ജെട്ടിയിൽ പയ്യന്നൂർ MLA TI മധുസൂദനൻ ഫ്ലാഗ് ഓഫ് ചെയ്തത്. ചാൾസൺ ഏഴിമലയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച 30 നീന്തൽ താരങ്ങൾ പങ്കെടുത്തു. ചാൾസൺ ഏഴിമലയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച 30 നീന്തൽ താരങ്ങൾ പങ്കെടുത്ത നീന്തൽ കൊറ്റിക്കടവ്, പുന്നക്കടവ്, കുറുങ്കടവ്, പുതിയ പുഴക്കര, മൂലക്കിൽ കടവ്, കരമുട്ടം, പാലക്കോട്, ചൂട്ടാട്ട് അഴിമുഖം കടന്ന് കടലിലൂടെ 25 കിലോമീറ്റർ ആദ്യ ദിവസം നീന്തി ചൂട്ടാട്ട് ബീച്ചിൽ അവസാനിച്ചു. വൈകിട്ട് 7:30 ചാൾസൺ ഏഴിമലയുടെ വീട്ടുമുറ്റത്ത് നീന്തൽ യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നീന്തൽ താരങ്ങൾ ലോക സമാധാനത്തിനും ജല അപകടങ്ങൾ കുറയ്ക്കേണ്ടത് സംബന്ധിച്ച പോസ്റ്റർ രചനാ ക്യാമ്പ് ലോക പ്രശസ്ത മൗത്ത് പെയിന്റർ ഗിന്നസ് ഗണേഷ് കുഞ്ഞുമംഗലം ഉദ്ഘാടനം ചെയ്തു. നീന്തലിൽ പങ്കെടുത്തവരെല്ലാവരും ലോക സമാധാന സന്ദേശവും ജല അപകട നിവാരണ സന്ദേശം ഉൾക്കൊള്ളുന്ന പോസ്റ്റർ എഴുതി പ്രദർശിപ്പിച്ചു. മെഴുകുതിരികൾ തെളിയിച്ച് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. പ്രിയമുള്ളവരെ, ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി, ജലസുരക്ഷയ്ക്ക് വേണ്ടി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കടൽ, കായൽ, പുഴ നീന്തുന്നതിൻ്റെ 40 കിലോമീറ്റർ നീന്തുന്നതിൻ്റെ ഒരു ലോക മാതൃകയുടെ 2ാം ദിവസത്തേക്ക് കടക്കുകയാണ്. ഇന്നലെ ഏകദേശം 22-23 കിലോമീറ്ററോളം നീന്തിയതിന് ശേഷം ഇന്ന് ബാക്കി ദൂരം കൂടെ നീന്താൻ വേണ്ടിയിട്ട് നമ്മൾ കടൽ തീരത്ത് വളരെ ഡിസിപ്ലിൻഡായി എല്ലാവരും ആവേശത്തോടു കൂടി 3-3:30 തന്നെ എഴുന്നേറ്റ് അതിൻ്റെ ആദ്യത്തെ ബാച്ച് 6 മണിക്ക് മുന്നേ തന്നെ കടലിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. 17 രാവിലെ 6 മണിക്ക് എട്ടിക്കുളം ബീച്ചിൽ നിന്നും പുറപ്പെട്ട് ഏഴിമലയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ചുറ്റി കടലിലൂടെ വലിയ പറമ്പ് പഞ്ചായത്തിലെ പാണ്ഡ്യാല കടവിലെത്തി അവിടെ നിന്നും കായലിലൂടെ നീന്തി ഉച്ചയ്ക്ക് 2 മണിക്ക് കവ്വായി ബോട്ട് ടെർമിനലിൽ നീന്തി കയറിയവരെ പയ്യന്നൂരിലെ ജനകീയ നേതാവ് K. രാഘവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. സമാപന പരിപാടി K. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച മുൻപ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ സ്വിമ്മിങ്ങിലും അത്തരം ഇനങ്ങളിലും മികച്ച നേട്ടം കൈവരിച്ചാണ് നമ്മുടെ കുട്ടികൾ രാജീവ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തിയത്. ഒരു ദിവസം പോലും വിദ്യാലയത്തിൽ തങ്ങാൻ സമയമില്ലാതെ ഈ നേരത്തെ രാഘവട്ടനൊക്കെ സൂചിപ്പിച്ചതുപോലെ അത്ഭുതകരമായി ഉദ്യമത്തിന് വേണ്ടി അവർ ഒരുങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും കടലിനെയും കായലിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ലക്ഷ്യത്തിനു വേണ്ടി നമ്മുടെ കുട്ടികൾ കൂടി നീന്തി തുടിച്ചു രാജീവ് മാസ്റ്ററുടെയും നവീന്റെയും ഒക്കെ നേതൃത്വത്തിൽ എന്ന് ഓർക്കുമ്പോൾ വിദ്യാലയത്തിന് ഏറെ അഭിമാനമുണ്ട്. വിദ്യാലയത്തിലെ 3700ഓളം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അവിടുത്തെ 130ലധികം അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ടിയാണ് നമ്മൾ 4-5 പേര് ഇവിടെ നേരത്തെ എത്തിച്ചേർന്നിരിക്കുന്നത്. വിദ്യാലയത്തിന്റെ തീരാത്ത കടപ്പാട് ചാൾസൺ അക്കാദമിക്ക് ഇവിടെ വെച്ച് നേരുകയാണ്. നീന്തിയെത്തിയവർ അവരുടെ നീന്തൽ അനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. യുദ്ധക്കെടുതിയിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ലോകത്ത് ജല അപകടങ്ങളിൽ മരിക്കുന്നവരുടെ എണ്ണം. ലോകത്ത് ഒരു വർഷം ശരാശരി 2,35,000-ഓളം ആളുകൾ ജല അപകടങ്ങളിൽ മരിക്കുന്നു എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൊച്ചു കേരളത്തിൽ മാത്രം ഒരു വർഷം ശരാശരി 1,600-ൽ പരം ആളുകൾ മരിക്കുന്നു. ശ്രദ്ധിച്ചാൽ ഈ അപകട നിരക്ക് കുത്തനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് മേൽപ്പറഞ്ഞ മുദ്രാവാക്യമുയർത്തി ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമി നീന്തൽ യജ്ഞം സംഘടിപ്പിച്ചത്. കണ്ണൂർ ജില്ലാ ഭരണകൂടവും ജില്ലാ പഞ്ചായത്തും ഫയർഫോഴ്സ്, യുവജന വിദ്യാർത്ഥി സംഘടനകൾ, കണ്ണൂർ ജില്ലയിലെ നിരവധിയായ കലാ, കായിക, സാംസ്കാരിക സംഘങ്ങൾ തുടങ്ങിയവരെല്ലാം ഈ പരിപാടികളെല്ലാം വലിയ പ്രോത്സാഹനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം കിട്ടിയ ഊർജ്ജമാണ് ഈ നീന്തൽ മഹായജ്ഞം നടത്താൻ പ്രചോദനമായത്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന മഹാസന്ദേശം ലോകത്ത് പ്രാവർത്തികമാക്കാൻ മാനവരൊന്നാകെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും നീന്തലിന് നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമല പറഞ്ഞു.